ഹായ് ഫ്രണ്ട്സ്, മോനീസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് കപ്പ, അതായത് മരത്തടി കമ്പ് എങ്ങനെ നമുക്ക് ചാക്കിൽ നട്ടു നോക്കാം. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സ്വന്തമായി വസ്തുവില്ലാത്തവർക്കും വാടകയ്ക്ക് താമസിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അങ്ങനെയുള്ളവർക്കൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണിത്. ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കുകയാണ്. ഞാനിവിടെ 4 ചാക്ക് എടുത്തിട്ടുണ്ട്. അരിയുടെ വലിയ ചാക്ക്. അതാപ്പോൾ ഒത്തിരി മണ്ണ് കൊള്ളും, അതുകൊണ്ട് 4 ചാക്ക് എടുത്തിട്ടുണ്ട്. 4 ചാക്കിലും കൂടി ഏകദേശം 12 ബക്കറ്റ് മണ്ണ് വേണ്ടി വരും. അതായത് 8 ബക്കറ്റ് മണ്ണും 4 ബക്കറ്റ് ചാണകപ്പൊടിയും. ഇത് രണ്ടും കൂടി മിക്സാക്കി നമുക്ക് 4 ബക്കറ്റ് കണക്ക് നമുക്ക് ഒരേ ചാക്കിൽ നിറയ്ക്കാം. ചാക്കിൽ നടുന്നത് കൊണ്ടുള്ള ഗുണമെന്ന് വെച്ചാൽ ഇത് നമുക്ക് അങ്ങോട്ടെങ്കിലും എടുത്തു മാറ്റണമെങ്കിൽ എടുത്തു മാറ്റാം. പിന്നീട് ഇത് ചിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളവും എല്ലാം നമ്മൾ അതിലെ ആദ്യമേ തന്നെ ഇട്ടിട്ടാണല്ലോ നടുന്നത്. അതുകൊണ്ട് പിന്നീട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വെള്ളം മാത്രം ഒഴിച്ച് കിളിർപ്പിച്ചാൽ മതി. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ചാക്ക് കെട്ടാൻ സമയമായപ്പോൾ എൻ്റെ കൂടെ ഒരു സഹായി കൂടിയിട്ടുണ്ട്. സഹായിയും കൂടെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് സഹായി അടുത്ത് നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ 4 ചാക്കിലും മണ്ണ് നിറച്ച് കഴിഞ്ഞു, കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ സ്ഥലങ്ങളിൽ കൊണ്ടുവന്ന് വെക്കാം. ഇത് ഇനി ഇതിൽ നടാൻ ആവശ്യമായ മരക്കമ്പ് വെട്ടിയെടുക്കാം. അത് നടുന്നത് നിവർത്തി കുത്തി നിർത്തിയല്ല നടുന്നത്, ചരിച്ച് കിടത്തിയാണ് നടുന്നത്. അത് എങ്ങനെയാണെന്ന് നോക്കാം. അതിൻ്റെ കട്ടിങ്ങും രീതിയൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ 1 സൈഡ് ചെത്തിക്കളയുക, എന്നിട്ട് നീളത്തിൽ മണ്ണിൽ താഴ്ത്തി നടുക. ഒത്തിരി അങ്ങ് താഴ്ത്തേണ്ട ആവശ്യമില്ല, കുറച്ച് താഴ്ത്തി നടുക. അപ്പോൾ അതിൽ നിന്ന് ഒത്തിരി കിളിർത്ത് വരും. അതിൽ ആരോഗ്യമുള്ള ഒരു 3 or 4 തണ്ട് മാത്രം നിർത്തുക. ഇങ്ങനെ നട്ട് കഴിഞ്ഞാൽ ഒത്തിരി വിളവ് ലഭിക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നടാൻ തീരുമാനിച്ചത്. അപ്പോൾ കമ്പുകളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചാക്കിൽ നടാം. നടുന്ന രീതി എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ചാക്കുകൾ ഇങ്ങനെ കൊണ്ട് നിരത്തി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ചരിച്ച് കിടത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ നീളത്തിൽ ഇങ്ങനെ കീറണം. ഒരു കത്തി ഉപയോഗിച്ച് കീറി വെച്ചിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് കമ്പ് നടാം. കണ്ടോ, ഞാൻ കമ്പ് ഇട്ടാക്കുന്നത് കണ്ടോ? മണ്ണ് ഇതിൻ്റെ മുകളിലൂടെ കുറച്ച് മണ്ണിട്ട് മൂടി വയ്ക്കണം. എന്നിട്ട് ഇതിനാവശ്യമായ വെള്ളം ഇതിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഞാൻ 1 ചാക്ക് മുന്നേ തയ്യാറാക്കിയിരുന്നു.
അതുകൂടി ആയപ്പോൾ മൊത്തം 5 ചാക്ക് ആയി. അപ്പോൾ ഇതായിരുന്നു ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി.